ഓ കാന്താരിയാണ്. എരിവുണ്ടാകരുതേ, മധുരമായിരിക്കണേ. എന്താ പൊന്നോ, വെറുതെ ഒരു അതിക്രമമാണ് കാണിച്ചത്. അയ്യപ്പാ, അയ്യോ. നമ്മുടെ വീട്ടിലെ ഒരു മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പഴം കഴിച്ചിട്ട് നമ്മൾ വേറെ എന്ത് കഴിച്ചാലും പുളിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ആ പുളിയുള്ളതിൻ്റെ പുളി അറിയില്ല, മധുരമായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് മിറാക്കിൾ ഫ്രൂട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കുറേ നാളായി ഇത് കായ്ച്ചിട്ട്, പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഞാനതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് പഴുത്ത് നിൽക്കണ ചുമന്ന കായുണ്ട്, ഒരു ചെറിയ കായാണ് ഇത്. ഇതാണ് ഇത്. ഇവിടെ 4-5 ഉണ്ടായിട്ടുണ്ട്. ഇതും ഇരുമ്പം പുളിയായിട്ടാണ് തിന്നേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇരുമ്പം പുളി ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഇരുമ്പം പുളി ഉണ്ടാകാറില്ല. ഇത് കണ്ട, ഇരുമ്പം പുളി ഫുള്ള് കാലിയായിട്ട് കിടക്കുക, ഒരൊറ്റ കാ പോലും ഇല്ല. അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ് നിറച്ച് കായ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാൻ അത് കാരണം പോയി ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ആ ഇരുമ്പം പുളിയിലൊരു 3-4 കായ ഉണ്ടായിരുന്നു. അതവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ സാധാരണ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളി കഴിക്കുമ്പോഴത്തേക്കല്ലേ മധുരമായിട്ട് തോന്നുന്നത്. ഇന്ന് ഞാൻ വേറൊരു പരീക്ഷണം കൂടി ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇവിടെ നിറച്ച് കാന്താരി നിൽപ്പുണ്ട്. അപ്പോൾ ആ കാന്താരി, ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ആദ്യം ഒന്ന് പുളി കഴിച്ച് നോക്കാം, അതിനുശേഷം കാന്താരി കഴിച്ച് നോക്കാം. എരിവിനെ മാറ്റുക എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരിയും കൂടി പറിച്ചെടുക്കാം. വേണ്ടേ, കാന്താരി നല്ല വെള്ളക്കാന്താരിയാണ്, കുറച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു നല്ല മൂത്തതൊരെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. ഇത് മൂത്തതാണ്, ഇത് വേണ്ട. ഇത് നല്ല മൂത്തതാണ്, പിന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഒരു കാര്യം മറന്നുപോയി, മിറാക്കിൾ പറിക്കാനായിട്ട് മറന്നുപോയി. ഇത് ഈ ഇടക്ക് നിൽക്കുന്ന പറിക്കുക. ഇത് നല്ല ഇച്ചിരി വലിപ്പമുള്ള സാധനമാണ്, നല്ല പഴമാണ്. ഇത് ഇവിടെ ഒന്ന് ഒരെണ്ണം കൂടി എടുക്കാം. 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പരീക്ഷണം തുടങ്ങാം. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ. ഇരുമ്പം പുളി, മിറാക്കിൾ ഫ്രൂട്ട്, കാന്താരി. ആദ്യം നമുക്ക് ഈ ഇരുമ്പം പുളി ഒന്ന് വെറുതെ നിന്ന് നോക്കാം, പുളി ഉണ്ടാന്ന് നോക്കാം. എൻ്റെ അമ്മോ, എന്നാ പുളിയാണ്! അയ്യോ, അയ്യോ, അയ്യപ്പ, നല്ല പുളിയായിരുന്നു. ഇനി നമുക്ക് ഈ മിറാക്കിൾ ഒന്ന് കഴിച്ചിട്ട് വരണം തിന്ന് നോക്കാം. ഇതേട്ടാ, ഒരു ചെറിയ കായാണ് കേട്ടോ. ഇത് ഇലഞ്ഞിക്കായുടെ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഫ്രൂട്ടാണുള്ളത്, അതിൻ്റെ അകത്തൊരു കുരുവാണുള്ളത്. അപ്പോൾ അത് തിന്നാൻ പാടില്ല. അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഇതായിട്ടുള്ള ഫ്രൂട്ടായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് ഇനി നമുക്ക് ഈ വേറൊരു ഇരുമ്പം പുളി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ച് നോക്കാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു തുള്ളി പുളിയില്ല, നല്ല മധുരമാണ് സാധനത്തിന്. പുളി വേണമെങ്കിൽ ഇതെല്ലാം തിന്ന് തീർക്കാം, ഇരുമ്പുളി എല്ലാം തിന്ന് തീർക്കാം. അത്ര മധുരമാണ് അതിൻ്റെ അകത്ത്. എൻ്റെ പുളിയുടെ ഒരു അംശം പോലും ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു പരീക്ഷണം എന്ന് പറയുന്നത് ഇവിടെ ഒരു മിറാക്കിൾ ഫ്രൂട്ടും കൂടി ഇരിപ്പുണ്ട്, ഒരു കാന്താരി ഇരിപ്പുണ്ട്. ഇപ്പം ഒരെണ്ണം കഴിച്ചതിൻ്റെ എഫക്റ്റ് കൊണ്ട് മിറാക്കിളിനുണ്ട്. അത് ഏകദേശം 2-3 മണിക്കൂറത്തേക്ക് ഈ ഒരു എഫക്റ്റ് നിൽക്കുമെന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ഒരെണ്ണം കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഈ കാന്താരിയുടെ എരിവും കൂടി ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് പരീക്ഷിക്കാം. ഇത് പുളി മാത്രമാണ് മാറ്റി നിർത്തുന്നത്, അതായത് എരിവും മാറ്റി നിർത്തുക, വേറെ എല്ലാ ടേസ്റ്റും മാറ്റി നിർത്തി എല്ലാത്തിനും മധുരമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, കാന്താരി എടുത്തു. നല്ല മൂത്ത കാന്താരിയാണ്. വെള്ളക്കാന്താരി ആണെങ്കിൽ ഒരു മൂത്ത് വേണമെങ്കിൽ ഒരു മഞ്ഞ കളർ കാണുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മൂത്തെന്നാണ്, അതിൻ്റെ നല്ല എരിവായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം, അങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഓ, കാന്താരിയാണ്, എരിവുണ്ടാകരുതേ, മധുരമായിരിക്കണേ. എന്റെ പൊന്നോ, വെറുതെ ഒരു അതിക്രമമാണ് കാണിച്ചത്. നാക്കരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എന്റെ പൊന്നോ, അയ്യോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, മിറാക്കിൾ ഫ്രൂട്ട് എരിവ് മാറ്റിയല്ല, മധുരം പുളി മാത്രം മാറ്റി. എൻ്റെ അമ്മച്ചിയെ അയ്യാ, എന്താ മിറാക്കിളേ. അയ്യപ്പാ, അയ്യോ. കഴിയിട്ടൊന്നും ഒരു രക്ഷയില്ല, നല്ല എരിവാണ് നിൽക്കുന്നത്. അയ്യോ. അപ്പോൾ ഒരു കാര്യം ബോധ്യമായി, മിറാക്കിൾ ഫ്രൂട്ടിന് പുളി മാത്രം മാറ്റി നിർത്താനുള്ള കഴിവുകൾ, എരിവ് മാറ്റി നിർത്താനുള്ള കഴിവില്ല എന്നുള്ളത്. അയ്യോ, അതിന്നിങ്ങനെ വെള്ളം വന്നിട്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.